ആഗ്രഹിച്ചതെല്ലാം സ്വന്തം കഴിവുകൊണ്ട് നേടിയ ആളാണ് സീമ. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കും അല്ലെ, ട്രാൻസ്ജെൻഡർ സീമ വിനീത്. സോഷ്യൽ മീഡിയാസിലെല്ലാം ഒരുപാട് ആരാധകരുള്ള, ഒരുപാട് സപ്പോർട്ടുള്ള, അതേപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളെല്ലാം സ്നേഹിക്കുന്ന ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് സീമ വിനീത്. ഞാൻ പറഞ്ഞു വന്നത്, ഈ സീമ വിനീത് 2 ദിവസം മുന്നേ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിച്ചു തരാം. ഈ കുറഞ്ഞ കാലയളവിൽ തന്നെ ഒരുപാട് അനുഭവിച്ചു. ഒരാളിൽ നിന്നും എന്ത് പരിഗണനയും ബഹുമാനവും ആഗ്രഹിച്ചിരുന്നോ അതൊന്നും ജീവിതത്തിലേക്ക് കടന്നപ്പോൾ കിട്ടിയില്ലെന്ന് മാത്രമല്ല, വ്യക്തിഹത്യയും ജെൻഡർ അധിക്ഷേപ വാക്കുകളും ഞാൻ എന്ന വ്യക്തിയെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലാണ് കിട്ടിയത്. ഒരുപാട് തവണ പറഞ്ഞു കൊടുത്തു, തിരുത്താൻ ശ്രമിച്ചു, നടന്നില്ല. മാതൃകാ ദമ്പതികളാണെന്ന് ഒരുപാട് തവണ മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിച്ചു. നമുക്ക് യാതൊരു വിലയും നൽകാതിരിക്കുക, നമ്മുടെ തൊഴിലിനെയും വളർച്ചയും അധിക്ഷേപിക്കുന്നത് പോലെ സംസാരിക്കുക. പലപ്പോഴും ഒരുപാട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നിശബ്ദത പാലിച്ചു. മനസമാധാനത്തോടെ ഉറങ്ങിയിട്ട് മാസങ്ങളായി. എന്റെ ദിനചര്യകളും ജോലിയും മനസ്സും ശരീരവുമൊക്കെ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്കാണ് ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ ഒന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ, മനസമാധാനം. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ജീവിതത്തിൽ ഓരോന്നും നേടിയെടുത്തത്. അന്നൊന്നും ആരും കൂടി ഉണ്ടായിട്ടില്ല. ഇപ്പോഴും എപ്പോഴും ഞാൻ ഞാനായിരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്റെ മനസമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒന്നിനെയും എനിക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല. ഒരിക്കലും യോജിച്ചു പോകാൻ പറ്റാത്തവരാണ് ഞങ്ങൾ. പക്ഷെ ഈ ഒരു യോജിപ്പില്ലായ്മയിൽ നിന്ന് പുറത്തു കടക്കാൻ ഭയമായിരുന്നു. മറ്റുള്ളവർ എന്ത് പറയും, എങ്ങനെ ഫേസ് ചെയ്യും, അങ്ങനെ ചിന്തിച്ചിരുന്നാൽ ഇനിയും കാര്യങ്ങൾ കൈവിട്ടു പോകും. മുൻപൊരിക്കൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, പിന്നെ അത് പിൻവലിക്കുകയും ചെയ്തു. അന്ന് ആ പിന്മാറ്റം സാഹചര്യങ്ങളിൽ സമ്മർദ്ദം മൂലമായിരുന്നു. ആ വ്യക്തിയിൽ നിന്നും അത്തരത്തിലൊരു പെരുമാറ്റം ഇനി മേലിൽ ഉണ്ടാകില്ല എന്ന വാക്കിനുമേലായിരുന്നു ആ പോസ്റ്റ് പിൻവലിച്ചത്. അപ്പൊ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സീമയുടേത് ഒരു പ്രണയ വിവാഹമായിരുന്നു. ഇതിനു മുന്നേ, അതായത് സീമയുടെ ചെറുപ്പകാലത്ത് ഒരു 18-19 വയസ്സ് ഉണ്ടായിരുന്ന സമയത്ത് സീമയ്ക്ക് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അയാൾ വിവാഹിതനും അയാൾക്ക് കുട്ടികളും ഉള്ളത് കൊണ്ട് സീമ ഈ പ്രണയത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു. പിന്നെ ഈ സീമ വിനീത് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ തന്നെയുള്ള ഒരാളുമായിട്ട് പ്രണയത്തിലാകുമായിരുന്നു. പക്ഷെ ഇയാൾ സീമയെ സാമ്പത്തികമായി പറ്റിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇത് കേസൊക്കെയായി, പിന്നീട് ഒത്തുതീർപ്പൊക്കെ ആയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നീടാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് വീണ്ടും പ്രണയത്തിലായത്. ഇവരുടെ എൻഗേജ്മെന്റിന് ശേഷം ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ആ സമയത്തും സീമ ഇതുപോലെ പോസ്റ്റ് ഇട്ടായിരുന്നു. പക്ഷെ അത് പെട്ടെന്ന് തന്നെ പിൻവലിക്കുകയും ചെയ്തു. അപ്പം അതിന് കാരണമായി പറഞ്ഞത്, ഈ പോസ്റ്റ് ഇട്ട ശേഷം ഈ വ്യക്തി തന്നെ വന്നിട്ട് ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കില്ല, ഇങ്ങനെയൊന്നും ആകില്ല എന്നൊക്കെ സത്യം ചെയ്തു പറഞ്ഞതിലാണ് ആ പോസ്റ്റ് സീമ വിനീത് പിൻവലിക്കുന്നത്. ഇതിനുശേഷവും വീണ്ടും ആ വ്യക്തിയിൽ നിന്നും മോശം അനുഭവങ്ങൾ തുടർന്ന് ഉണ്ടായതിനാലാണ് കുറച്ചു മുന്നേ നമ്മൾ വായിച്ച ആ ഒരു കുറിപ്പും കൂടി സീമ ഇട്ടത്. സ്വന്തം പരിശ്രമത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കാണുന്ന സീമ വിനീത് ഇന്ന് ഈ നിലയിലേക്ക് ഉയർന്നിരിക്കുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ സീമയുടെ അമ്മയും അച്ഛനും വിവാഹബന്ധം വേർപിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം ഈ സീമ നിന്നിരുന്നത് അമ്മയുടെ വീട്ടിലായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ പെൺകുട്ടികളെ പോലെ ഒരുങ്ങാനായിരുന്നു സീമയ്ക്ക് താല്പര്യം. ഇത് കണ്ട് എല്ലാവരും കളിയാക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ പഠനം നിർത്തി നാട് വിട്ടു. 6 വർഷം മുന്നെയാണ് സ്ത്രീ ആകാനുള്ള സർജറി ചെയ്യുന്നത്. പിന്നീട് ഇവരുടെ കരിയറിൽ നല്ല രീതിയിൽ ഉയർന്നു, വീട് വെച്ചു, അങ്ങനെ നല്ലൊരു നിലയിലെത്തി. ആ സമയത്ത് ഇവരെ തള്ളി പറഞ്ഞവരെല്ലാം തന്നെ ഇവരെ ചേർത്ത് നിർത്തുകയും ചെയ്തു. പിന്നീട് സീമയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു വളരെ സമാധാനപൂർവ്വവും സ്നേഹപൂർവ്വവുമായിട്ടുള്ള ഒരു കുടുംബജീവിതം. പക്ഷെ അതുമാത്രം സീമ ആഗ്രഹിച്ചതുപോലെ അല്ലെങ്കിൽ സ്വപ്നം കണ്ടതുപോലെ നടന്നില്ല എന്നതാണ് വാസ്തവം. സീമ തന്നെ പറയുന്നുണ്ട്, സ്നേഹം കാണിച്ച് പലരും പറ്റിക്കും. ചിലര് ക്യാഷിന് വേണ്ടിയിട്ട്, ചിലര് വരുന്നത് ഇവര് ട്രാൻസ്ജെൻഡർ ആണല്ലോ, ഇവരെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ശരിക്കുമുള്ള സ്നേഹത്തിൽ ആരെങ്കിലും വന്നാൽ തന്നെ അവര് വിശ്വസിക്കാൻ പ്രയാസമാണ് എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ സീമ ആദ്യം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നീട് ഇത് പിൻവലിച്ചു. ഇതിനുശേഷം ഇവര് രജിസ്റ്റർ മാരേജ് ചെയ്തു. അതിനുശേഷം ഇവര് 2 പേരും കൂടി സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ വെച്ചിട്ട് താലി ചാർത്താൻ താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പ്രതീക്ഷയോടെ തന്നെയാണ് സീമ വിനീത് ഈ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നത്. പക്ഷെ നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ടായിരുന്നല്ലോ, മാതൃകാ ദമ്പതികളെ പോലെ അഭിനയിച്ചു മടുത്തു എന്ന്. അപ്പോൾ അത്രയ്ക്ക് അവഹേളനങ്ങളൊക്കെ സഹിക്കാൻ പറ്റാതായപ്പോഴാണ് ഇവര് പിരിയാൻ തീരുമാനിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു സമൂഹം മൊത്തം ഒറ്റപ്പെടുത്തിയിട്ടും സ്വന്തം പരിശ്രമം കൊണ്ട് വളർന്നു വന്ന ഒരു വ്യക്തിയാണ് ഈ സീമ വിനീത് എന്ന് പറയുന്നത്. അവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു കുടുംബജീവിതവും. പക്ഷെ അത് അവർ ആഗ്രഹിച്ചതുപോലെ നടന്നില്ല. എങ്കിലും അവർ ധൈര്യം കൈവിടാതെ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.